ആത്മകഥ എഴുതുകയാണെന്ന് അയാൾ പറയുന്നു. അതെ, അയാൾ ആത്മകഥ എഴുതുകയാണ്. പ്രിന്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് പ്രസാധകർ അത് പുറത്തിറക്കുന്നു, പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുന്നത്? ഇതേത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? വിവാദം കൊഴുക്കുകയാണ് മറ്റൊരു ഇലക്ഷൻ ദിനത്തിൽ, ഒരു പോളിംഗ് ദിവസത്തിൽ. മുമ്പ് ഇതേപോലൊരു പോളിംഗ് ദിവസത്തിൽ മറ്റൊരു വിവാദം പുറത്തു വന്നിരുന്നു, ഒരു വാർത്താ ബോംബ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിൽ CPIMന്റെ സമുന്നത നേതാവ് EP ജയരാജനെ കാണാൻ BJPയുടെ നേതാവ് പ്രകാശ് ജാവദേക്കർ സഹായിയുമായി എത്തിയ കാര്യം, മകന്റെ വീട്ടിൽ കണ്ടത് യാദൃച്ഛികമായിട്ട്. അവർ ചായ കുടിച്ചു പോയി. അവർ ചായ കുടിക്കാൻ വന്ന വേളയിലാണ് അവർ വരുന്ന പോലും കാണേണ്ടി വന്നതും എന്ന് CPIM നേതാവ് EP ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിവാദം പുറത്തു വന്നത് ഇലക്ഷൻ ദിവസം, ലോക്സഭാ ഇലക്ഷൻ ദിവസം, കേരളത്തിലെ ഇലക്ഷൻ ദിവസം. ഇത് മാധ്യമങ്ങൾ കരുതിക്കൂട്ടി അന്നത്തേക്ക് വെച്ചിരുന്ന വിരുന്നായിരുന്നു, ഇലക്ഷൻ വിരുന്നായിരുന്നു. അതേപോലെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം വയനാട്ട് ലോക്സഭയിലേക്കും ചേലക്കര അസംബ്ലിയിലേക്കും രാവിലെ മുതൽ വിവാദം കൊഴുക്കുന്നു. തുടക്കം DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു ഇതുവരെ എഴുതി തീർന്നിട്ടില്ല, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അത് DC ബുക്സിന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ആരെയും പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല, ആരുമായിട്ടും കരാർ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ ന്യായമായൊരു ചോദ്യം, ഓരോ മലയാളിയുടെ നാവിൻ തുമ്പിൽ വരുന്ന ന്യായമായ ചോദ്യം എന്താണ്? ഇത് പ്രിന്റ് ചെയ്യാൻ, സോഫ്റ്റ് കോപ്പി എടുക്കാൻ, ടൈപ്പ് ചെയ്യാൻ കൊടുത്തിടത്ത് നിന്നും ഇതെങ്ങനെ DC ബുക്സിൽ എത്തി? അങ്ങനെയെങ്കിൽ അത് DC ബുക്സ് ആണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും EP ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു, ഞാൻ അറിയാത്ത കാര്യമാണ്. ഞാൻ ഇതിനെതിരെ DGPക്ക് പരാതി കൊടുത്തു. അദ്ദേഹം ഇമെയിലിൽ പരാതി അയച്ചു കഴിഞ്ഞു സംസ്ഥാന DGPക്ക്. DC ബുക്സിനെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് DC ബുക്സിനെതിരെ ആണ് അദ്ദേഹം പരാതി പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഇലക്ഷൻ ദിനത്തിൽ, ഇങ്ങനെ പോളിംഗ് ദിനത്തിൽ, ബൈപോൾ ദിനത്തിൽ ഇത് വരുമെന്ന് 2-3 ദിവസമായിട്ട് കരക്കമ്പി ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. തലസ്ഥാനം കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചില മാധ്യമ സംഘികൾ എന്നൊക്കെ പറയാവുന്ന, മാധ്യമ സിംഹങ്ങൾ എന്നും വിളിക്കാവുന്ന, സ്വയം വിളിക്കുന്ന ആൾക്കാരൊക്കെ ചില പിന്നാമ്പ്ര ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു, കരക്കമ്പികൾ. അതായത് ബൈ ഇലക്ഷൻ ദിവസം ഒരു വാർത്താ ബോംബ് പൊട്ടുമെന്നൊക്കെയായിരുന്നു പറച്ചിൽ. ആ ബോംബാണ് പോളിംഗ് ദിവസം ഇന്ന് രാവിലെ പൊട്ടിയത്. ചെറിയ ബോംബല്ല, വലിയ കക്ഷിയാണ്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDFന്റെ കൺവീനറായിരുന്ന ആള്, മുൻ മന്ത്രി, CPIMലെ അറിയപ്പെടുന്ന സമുന്നത നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ. എന്തായാലും ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരണം. ഇതെങ്ങനെ DC ബുക്സ് ഇങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ ഒരു ഫേസ്ബുക്ക് അവരുടെ പേജിൽ പോസ്റ്റിട്ടത് സത്യമാണ്. ഇപ്പോഴും ആ പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അവസാനം കിടക്കുന്ന പോസ്റ്റ് സാങ്കേതിക കാരണങ്ങളാൽ ഈ പ്രകാശനം നീട്ടിവെച്ചു, അതിലെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് അറിയാവുന്നതാണ് എന്നാണ്. ഇതിലെല്ലാം ഒരു ഡ്രാമ, ഒരു നാടകമാണ്. ആത്മകഥ എഴുതുകയാണ് അയാൾ, ആത്മകഥ എഴുതുകയാണ്, എഴുതി തീർന്നിട്ടില്ല. പക്ഷേ പ്രകാശനം ഉടനെ നടക്കും. അതായത് ഈ ആത്മകഥ എഴുതി തീരുന്ന നിമിഷം വരെയുള്ള കാര്യങ്ങൾ അപ്പം തന്നെ ചൂടപ്പം പോലെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ അത്യന്താധുനിക ഡിജിറ്റൽ യുഗത്തിലേക്ക് DC ബുക്സ് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് മലയാളികൾ അഭിമാനത്തോടെ ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ പോട്ട്. CPIMന്റെ കെയറോഫിലൊരു ചിന്ത പബ്ലിഷേഴ്സ് ഉണ്ട്, അവരൊക്കെ ഏതോ യുഗത്തിൽ കിടക്കുന്ന, ത്രേതാ യുഗത്തിൽ. ഇത് കലിയുഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ പബ്ലിക്കേഷൻ, നാളെ പ്രിന്റ് വേണ്ട. മനസ്സിൽ EP ജയരാജനെ പോലുള്ളവർ, നേതാക്കൾ ആരായിക്കോട്ടെ, മനസ്സിൽ വിചാരിക്കുന്നത്, ആത്മകഥയായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ, വാക്കുകൾ, വരികൾ അപ്പോൾ തന്നെ ഒപ്പിയെടുത്ത് AI സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനും DC ബുക്സ് മുന്നിലുണ്ടാവും.
മറ്റുള്ളവരെയെല്ലാം ബഹുഘാതങ്ങൾ പിന്നിലാക്കിക്കൊണ്ട് ചിന്ത പബ്ലിഷേഴ്സിനെ, ദേശാഭിമാനി ബുക്സിനെ, സർവ പ്രസിദ്ധീകരണങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് DC ബുക്സ് ജൈത്രയാത്ര തുടരും. ഇത്തരം ഗിമ്മിക്ക് DC ബുക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് DC ബുക്സിന്റെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്നതാണ്. ഇതിന്റെ സത്യം പുറത്തു വരണം. രവി DC നയിക്കുന്ന DC ബുക്സ് ഇങ്ങനെ ചെയ്യുമോ? ഇതിനകത്ത് EP ജയരാജൻ പറയുന്നു, കട്ടയ്ക്ക് പറയുന്നു, ഞാൻ ആർക്കും ഇതിന്റെ കോപ്പിയും കൊടുത്തിട്ടില്ല, അനുമതിയും കൊടുത്തിട്ടില്ല, ഒരു കരാറുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കട്ടൻ ചായയും പരിപ്പോടെയും രംഗത്ത് വന്നു? ഒരു കമ്മ്യൂണിസ്റ്റിന്റെ, അതിന്റെ ടൈറ്റിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ്, കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. ഇനി പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗങ്ങൾ തൻ്റേതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനി അതേപോലെ തന്നെ DC ബുക്സ് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം പ്രസിദ്ധീകരണം നീട്ടിവെച്ചു. ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകും. ഇതിന് പറഞ്ഞു കേൾക്കുന്നത് മൊത്തം 300 പേജ് ഉണ്ടെന്നാണ്. ഈ കട്ടൻ ചായയും പരിപ്പ് കടയ്ക്ക് 300 പേജ് ഉണ്ടെന്നാണ്. 300 ഈ 300-ാം പേജില് 177-ാം പേജില് 2 ദിവസം മുമ്പ് നടന്ന 20 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങൾ വരെയുണ്ട്. പിന്നെയും കിടക്കുന്നു 120 പേജുകൾ. ഇത് വല്ലാത്ത ഒരു ആത്മകഥയായിരിക്കും. പല കാര്യങ്ങളിലും പ്രസിദ്ധീകരണത്തിന്റെ തലേനാൾ വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ലോകത്തിലെ തന്നെ ഒരു ആദ്യ ആത്മകഥയായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്നത്. DC ബുക്സിനെ സംബന്ധിച്ച് അപൂർവതകൾ മാത്രം നിറഞ്ഞ ഒരാത്മകഥ. ഈ ആത്മകഥ ഇങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഇപ്പോഴെങ്കിലും മലയാളിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല കാര്യമാണ്. അപ്പോഴും EP പറയുന്നു ആത്മകഥ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പൂർത്തിയായിട്ടില്ല. പുസ്തകം പ്രസിദ്ധീകരിക്കാനോ പ്രിന്റ് ചെയ്യാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെങ്ങനെയാണ് DC ബുക്സ് അനൗൺസ് ചെയ്യുന്നത്? അവരുടെ ഫേസ്ബുക്ക് പേജിൽ EP ജയരാജന്റെ, കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സംഭവബഹുലമായ ജീവിതം ആത്മകഥയായിട്ട് അദ്ദേഹം എഴുതുന്നത് ഞങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നു. സാധാരണ കേസിൽ നമ്മുടെ പാവം മലയാളികളുടെ സാധാരണ ബുദ്ധിയിൽ നമുക്കറിയാവുന്നത് ഒരു ബുക്കിന്റെ പ്രകാശനം നടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ പുസ്തകം എഴുതി തീർത്ത് അതിൻ്റെ പിന്നെ പ്രൂഫ് റീഡിങ് കഴിഞ്ഞ് തെറ്റുകുറ്റങ്ങൾ, അക്ഷരപ്പിശാചുകൾ ഒക്കെ കറക്റ്റ് ചെയ്ത് അത് പിന്നെ പ്രിന്റിങ്ങിന് പ്രസാധകർക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്യുക. അതാണ് നമ്മുടെ നാട്ടിലൊരു നടപ്പ് രീതി. പക്ഷെ ആ രീതികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്ന പ്രകാരം DC ബുക്സ് EP ജയരാജന്റെ ആത്മകഥ പുറത്തിറക്കുന്നത്. അതാണ് ഒരു വളരെ വിപ്ലവാത്മകമായ അതിനൂതനമായ ഒരു രീതിയാണ് DC ബുക്സ് എന്തായാലും സ്വീകരിച്ചത്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യാമെന്ന് എന്തായാലും മലയാളികൾക്ക് ഇതോടുകൂടി അറിയാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതിന് സമയബന്ധിതമല്ലാതെ തന്നെ ഇപ്പൊ പലപ്പോഴും പറയുന്നത്, കാണുന്നത്, കേൾക്കുന്നത് ഒരു പുതിയ പുസ്തകം എഴുതിയിട്ട് ഇപ്പൊ ഓൺലൈനിലാണ് അതിന്റെ പ്രമോ മുഴുവൻ. അതുകൊണ്ടാണല്ലോ DC ബുക്സ് FB പേജിലെ പ്രമോ കൊടുത്തത് പുസ്തകത്തിന്. അങ്ങനെയാണല്ലോ ഇത് പുറത്തു വന്നത്. അതിന് പിന്നാലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു വാർത്ത വരുന്നു. അങ്ങനെ മറ്റു മാധ്യമങ്ങൾ ഓരോന്ന് പുറത്തുവിടുന്നു, ചർച്ചയാവുന്നു. അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ പിന്നെ പ്രകാശനം ചെയ്യാൻ വന്ന പുസ്തകത്തിന്റെ കവർ പേജ്, പുറം കവർ DC ബുക്സ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ പലരും എഴുത്തുകാർ അല്ലെ പ്രസാധകര് അത് ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമോ ഏതിലും പ്രൊമോട്ട് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനേക്കാൾ ഒരു പടി കൂടി കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ആത്മകഥാ കഥനമാണ് ഇപ്പോൾ DC ബുക്സ് വഴി പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും ഇനി ഇദ്ദേഹം DC പറയുന്നത് കാലതാമസം സാങ്കേതികമായി വന്നതേ ഉള്ളൂ, വൈകാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ EP ജയരാജൻ ഇത് DC ബുക്സിന് തന്നെ കൊടുക്കുമോ? അതോ ബുക്സ് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുമോ? അദ്ദേഹം ഇപ്പൊ വിശദീകരണവുമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് ക്യാമറയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം ബുക്സ് ചോദിച്ചു, അത് നമുക്ക് താല്പര്യമുള്ള സ്ഥാപനമാണെന്ന് EP മറുപടി പറഞ്ഞു, അത് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നിപ്പോ കാണുന്ന DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജ് പ്രൊമോയാണ് കാണുന്നത്.
അപ്പൊ ചിന്താ പബ്ലിഷേഴ്സോ അല്ലെ മറ്റ് ഇടതുപക്ഷ ലെഫ്റ്റ് പ്രസിദ്ധീകരണ ഗ്രൂപ്പുകളൊക്കെ സ്വകാര്യ പബ്ലിഷേഴ്സ് ഉണ്ട്. അവർക്കാർക്കും താല്പര്യമില്ലയോ, അതോ അവരാരും EPയെ സമീപിച്ചില്ലയോ, അല്ലെ EPക്ക് താല്പര്യമില്ലയോ എന്നതൊക്കെ വേറെ രണ്ടാമത്തെ ചോദ്യങ്ങളാണ്. എന്തായാലും ഇനിയിപ്പോൾ DC പബ്ലിഷ് ചെയ്യുമോ, അതോ മാതൃഭൂമിക്ക് തന്നെ, ആദ്യം ചോദിച്ച മാതൃഭൂമിക്ക് തന്നെ കൊടുക്കുമോ എന്നുകൂടിയാണ് ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നത്. എന്തായാലും EP ജയരാജൻ അദ്ദേഹം അത് എഴുതി ആദ്യം പൂർത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇതിലെ പ്രമേയം എന്താണ്? ഈ കരുതിക്കൂട്ടി ഇലക്ഷൻ ദിവസം പുറത്തുവിട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന വ്യക്തമാണ്. അതായത് 3 കാര്യങ്ങളാണ് പുറത്തു വന്ന ഭാഗങ്ങളിലുള്ളത്. EP പറയുന്നു ഞാൻ കൊടുത്തതിൽ അങ്ങനെയൊന്നും ഇല്ല. ആർക്കറിയാം സത്യം? ഈ 3 പോയിന്റുകൾ എന്താണ്? LDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല. EPയെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി വേണ്ടത്ര മനസ്സിലാക്കിയില്ല. EPക്ക് അതിൽ വിഷമമുണ്ട്. 2, രണ്ടാം പിണറായി സർക്കാർ ദുർബലം, ഇമേജ് പോരാ. ഇതാണ് രണ്ടാമത്തെ വിഷയം. 3, ഇടത് സ്ഥാനാർത്ഥിയായി P സരിനെ പാലക്കാട്ട് മത്സരിപ്പിച്ചത് വയ്യാവേലിയാകും. P സരിൻ വയ്യാവേലിയാകും. അപ്പൊ ഈ 3 കാര്യങ്ങളും പിണറായി സർക്കാരിന് LDFന് എതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് മാധ്യമ ഗൂഢാലോചനയിലൂടെ ഇക്കാര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തുവിട്ടത് എന്ന കാര്യത്തിൽ ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വലിയ സംശയമൊന്നുമില്ല. ഇതിന് പിന്നിലൊരു അജണ്ടയുണ്ട്. LDFനെയും പിണറായി സർക്കാരിനെയും ദുർബലപ്പെടുത്തുക എന്ന അജണ്ട. അതാണ് ഇന്നിപ്പോൾ കളിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അന്നും EP ജയരാജന്റെ പേര് വെച്ച് തന്നെ അന്ന് മാധ്യമങ്ങൾ കളിച്ച അതേ അജണ്ടയാണ് ഇന്നും സെറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് ഇരിക്കുന്നത്.